വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ക്യാരറ്റ് പുഡിങ്ങും കേക്കും ഒന്നിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഒരു ലെയർ സ്പോഞ്ച് കേക്കിൻ്റെതും ഒരു ലെയർ ക്യാരറ്റ് പുഡിങ്ങും പിന്നീട് ഒരു കാരമൽ സോസും കൊടുക്കുന്നുണ്ട്, കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ട് മുകളിലായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ട് ഇതിനി തണുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/3 കപ്പിൽ നിറയുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ തണുപ്പൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 90 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന്, ചെറിയൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാര അവോയ്ഡ് ചെയ്യാം. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പുഡിങ്ങിനൊക്കെ കുറച്ച് മധുരം മുന്നിട്ട് നിന്നാൽ മാത്രമേ ഇത് ശരിയായി വരുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള മധുരം ഉണ്ടാവൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ക്യാരറ്റിൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാല് തന്നെ ചേർക്കണം, എന്നാലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാലും ഇതുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ലെയർ കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഈ മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് ചെറിയ ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് തിളച്ച് പോകരുത്, ഒന്ന് ചെറിയൊരു ചൂട്, നമ്മുടെ കൈ തൊടുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനി ചൂടിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിലിട്ടിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ മറ്റൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് എഗ്ഗിൻ്റെ മിക്സർ മാറ്റിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ മാവ് വേണ്ടെങ്കിൽ മൈദ ചേർത്താലും മതി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം ഈ ബാറ്റർ. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വിനാഗിരി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്തിട്ട് എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡയും വിനെഗറൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റാൻ വെക്കുന്ന ഒരു ട്രേ എടുക്കുക. ഗ്ലാസിൻ്റെ ട്രേ എടുത്താലും മതി. ഞാൻ ഇതേപോലുള്ള ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ്. ഇതൊന്ന് എണ്ണ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് അരിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റിൻ്റെ എന്തെങ്കിലും അരയാത്തതുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ ഉപയോഗിച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയത് ഒഴിച്ചു കൊടുക്കണം. അത് ഒന്ന് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് മിക്സായി പോവാതെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ഇരുന്നാൽ മാത്രമേ ഇതുപോലെ ഒഴിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും നന്നായി ഈ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഇത് മിക്സായി പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചൊഴിക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കണം. ഇനി പുഡിങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. ഒന്നുകിൽ ഒരു ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. ഈ വെള്ളം ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇടയ്ക്കിത് വെള്ളം കുറവാണെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കാരമൽ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സൈഡിൽ നിന്നൊക്കെ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഷുഗർ നന്നായിട്ട് തന്നെ കാരമലായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ
ഒരു 2 നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഈ പാലിന് പകരം വേണമെങ്കിൽ ഹെവി ക്രീമും യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ ഈ മുകളിലുള്ള സ്പോഞ്ച് കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് പുഡിങ്ങും നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ സോസും റെഡി ആയിട്ടുണ്ട്. ഈ ക്യാരമൽ സോസിൽ പാല് ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് തരി പോലെ തോന്നുകയാണെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. സോസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. നട്ട്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിൽ ഇടുമ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ ഇത് കഴിക്കണം. അപ്പോഴാണ് ഈ ക്യാരറ്റ് പുഡിംഗ് കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കേക്കിൻ്റെ ലെയറും ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ലെയറും അതിൻ്റെ മുകളിൽ ക്യാരമൽ സോസും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.